നമുക്കൊന്ന് പെട്ടെന്നൊന്നൊരു ഗുലാബ് ജാം ഉണ്ടാക്കിയാലോ? കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രം മതി നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം. ആദ്യം തന്നെ ഒരു പാൻ വെച്ചിട്ടുണ്ട്. പാൻ ഒന്ന് ചൂടായതിന് ശേഷം നമുക്ക് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നെയ്യ് ഒന്ന് ജസ്റ്റ് ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്ക് നമുക്ക് കുറച്ച് ബാലൻസ് റവ കുറച്ചിരിപ്പുണ്ടായിരുന്നു. ഞാൻ ബ്രെഡ് വെച്ചാണ് മിക്കപ്പോഴും ഉണ്ടാക്കുന്നത് ഗുലാബ് ജാം. ഇന്ന് റവയാക്കി. അപ്പോൾ റവ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് നന്നായിട്ടൊന്ന് മൂത്ത് വരുന്നവരെ ഒന്ന് ഇളക്കി കൊടുക്കണം. അപ്പോൾ അപ്പുറത്തെ അടുപ്പിൽ ഞാൻ പാൽ വെച്ചിട്ടുണ്ട്. പാലൊന്ന് തിളച്ച് വരുമ്പോഴത്തേക്ക് നമുക്ക് ഇതിനകത്തോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ ആഡ് ചെയ്യുമ്പോൾ കൈയെടുക്കാതെ ഇളക്കി കൊടുക്കണം, ഇല്ലെങ്കിൽ അടി പിടിക്കും. പിന്നെ ലോ ഫ്ലെയിമിൽ വെക്കാൻ എപ്പോഴും ശ്രദ്ധിക്കണം. അപ്പോൾ ഇതാ പുകയൊക്കെ വരുന്നുണ്ട്. നമ്മളിതൊന്നും കാര്യമാക്കരുത്. നമ്മൾ വീണ്ടും വീണ്ടും കുറേശ്ശെ പാലൊഴിച്ച് കൊടുക്കുക, ഒഴിക്കുക. ഇതാണ് നമ്മുടെ ഡ്യൂട്ടി. പിന്നെ ഈ ഫോൺ വീഡിയോ ഷേക്കാവുന്ന കാര്യം, ഞാൻ ഫോൺ സ്റ്റാൻഡിൽ വെച്ചിട്ടല്ല ചെയ്യുന്നത്. എൻ്റെ ഒരു കയ്യിൽ പാചകവും ഒരു കയ്യിൽ ഫോണുമാണ്. അപ്പോൾ അതുകൊണ്ടാണ് കുറച്ച് ഷേക്കൊക്കെ ആവുന്നത്. അപ്പോൾ നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഒരു തിക്നെസ് ആവുന്നത് വരെ ഇളക്കി കൊടുക്കുക. അതിനിടയിൽ കുറച്ച് നെയ്യും കൂടെ ഒഴിച്ച് ഇളക്കി കൊടുത്ത് അതങ്ങോട്ട് മാറ്റി വയ്ക്കുക. നമുക്ക് അടുത്ത ലക്ഷ്യം എന്ന് പറയുന്നത് ഷുഗർ സിറപ്പാണ്. അതാണ് നമ്മളുടെ ഗുലാബ് ജാമിൻ്റെ മെയിൻ ഐറ്റം. അപ്പോൾ കുറച്ചല്ല, ആവശ്യത്തിനധികം പഞ്ചസാര ഇട്ട് കൊടുക്കുക. കുഞ്ഞുങ്ങൾക്കല്ലേ, നമുക്കല്ലല്ലോ. അതുകൊണ്ട് നന്നായിട്ട് മധുരം ഇട്ട് കൊടുത്ത് ഒരു വെള്ളം, അതിനനുസരിച്ച് വെള്ളവും ഒഴിച്ചു കൊടുത്ത് ലോ ഫ്ലെയിമോ ഹൈ ഫ്ലെയിമിലോ വെക്കാം. കുറച്ചൊന്ന് ചൂടായി വരുമ്പോഴത്തേക്ക് ലോ ഫ്ലെയിമിൽ വെക്കാം. എന്നാലേ ഒരു ബ്രൗൺ നിറം കിട്ടത്തുള്ളൂ. പിന്നെ അതിനായിട്ട് കുറച്ച് പിഞ്ച് ഉപ്പ് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്, ആ മധുരം ഒന്ന് ബാലൻസ് ചെയ്യാനായിട്ട്. പിന്നെ നമ്മളുടെ ഒരു റവയുടെ അതൊന്ന് നല്ല തിക്നെസ്സായി വന്നിട്ടുണ്ട്. അതിനകത്ത് കുറച്ച് ബേക്കിംഗ് സോഡ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. അപ്പോൾ അത് ഇളക്കി കൊടുക്കുന്ന സമയത്ത് കുറച്ച് നെയ്യും കൂടെ ഒഴിച്ചു കൊടുക്കുക. നെയ്യ് എത്രത്തോളം ചേർക്കുന്ന അത്രത്തോളം നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ, നെയ്യുടെ ഫ്ലേവറും കൂടെ വരും. അപ്പോൾ നന്നായിട്ടൊന്ന് ഉരുട്ടി മയപ്പെടുത്തി അവിടെ വെച്ചിട്ടുണ്ട്. അതിനിടയിൽ ഞാൻ ഷുഗർ സിറപ്പിൽ കുറച്ച് വാനില എസൻസും കൂടെ ഒഴിച്ചിട്ടുണ്ട്. എൻ്റെ കയ്യിൽ ഏലക്ക ഇല്ലാത്തതുകൊണ്ട് കുറച്ച് വാനില എസൻസ് ഫ്ലേവറിന് വേണ്ടിയിട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് അടുപ്പിൽ അങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ ബോൾസൊക്കെ ആയി. ബോൾസ് ഉരുട്ടുന്ന ജസ്റ്റ് ഒന്ന് കയ്യിൽ നെയ്യ് ഒന്ന് തിരുമ്മി കൊടുത്തിട്ട് ഉരുട്ടുകയാണെങ്കിൽ കയ്യിലൊന്നും പറ്റി പിടിക്കത്തില്ല. അപ്പോൾ ബോൾസ് അവിടെ ആയി. കുഞ്ഞായിട്ട് ഷുഗർ സിറപ്പിൽ ഒരു ബ്രൗൺ നിറമായി വരുന്നുണ്ട്. കുറച്ചും കൂടെ ബ്രൗൺ നിറം ആവാനുണ്ട്. പിന്നെ മിക്കപ്പോഴും കളറൊക്കെ ആഡ് ചെയ്യുമായിരിക്കും. നമുക്ക് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്നത് നമുക്ക് കളറൊന്നും ആഡ് ചെയ്യേണ്ട. അത് കിട്ടുന്ന ആ ഒരു ബ്രൗൺ നിറം മതി. പിന്നെ നമുക്കിത് എണ്ണ ചൂടാക്കാൻ വെക്കാം. കുഞ്ഞൊരു ചട്ടി എടുത്തിട്ടുണ്ട്. അതിനകത്ത് എണ്ണ ഒഴിച്ച് സൺഫ്ലവർ ഓയിലോ സാധാ എണ്ണയോ എന്ത് വേണേലും ആഡ് ചെയ്യാം നമുക്ക്. അതിനുശേഷം എണ്ണ നന്നായിട്ട് ചൂടായതിന് ശേഷം നമുക്ക് ബോൾസ് ഇട്ട് കൊടുക്കാം. ബോൾസ് ഇട്ട് കൊടുത്താൽ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത് ബോൾസ് നന്നായിട്ടൊന്ന് മൂത്തതിന് ശേഷം മാത്രമേ ഇളക്കിയിട്ട് കൊടുക്കാവുള്ളൂ, ഇല്ലെങ്കിൽ അത് പൊടിഞ്ഞു റവയാണ്. അപ്പോൾ അത് നന്നായിട്ട് മൂത്തതിന് ശേഷം ഒന്ന് ഇളക്കിയിട്ട് കൊടുത്ത് ഒരു പാർട്ട് ഞാൻ ഉണ്ടാക്കി മാറ്റി വെച്ചിട്ടുണ്ട്. അത് നമ്മൾ തൊട്ട് നോക്കുമ്പോൾ നല്ലൊരു ക്രിസ്പി ആയിട്ടിരിക്കും കേട്ടോ. അത് ആ ഷുഗർ സിറപ്പിൽ ഇടുമ്പോഴാണ് അതൊന്ന് സോഫ്റ്റ്നെസ്സായി നല്ലതായിട്ട് വരുന്നത്. തൊട്ട് ഞാൻ കാണിച്ചു തരാം. നന്നായിട്ട് ക്രിസ്പി ആയിരിപ്പുണ്ടത്. അപ്പോൾ അതങ്ങോട്ട് മാറ്റി വയ്ക്കാം. അടുത്ത ഡ്രോയും കൂടെ പൊരിച്ച് മാറ്റി വയ്ക്കാം. അതിനുശേഷം നമുക്കൊരു ബൗളെടുത്തിട്ട് ഷുഗർ സിറപ്പ് ഒരു ബ്രൗൺ നിറമായി. ഒരുപാട് ബ്രൗൺ ആവണമെങ്കിൽ കുറച്ച് കളറും കൂടെ ആഡ് ചെയ്യണം. ഞാൻ കളറൊന്നും ആഡ് ചെയ്തിട്ടില്ല, കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ബോൾസ് കൂടി ഇട്ട് കൊടുത്ത് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. റെസ്റ്റ് എന്ന് പറയുന്നത് ഒരു മണിക്കൂറോ 1.5 മണിക്കൂറൊക്കെ വെച്ചാൽ അത്രയും നല്ലത്. ഇപ്പോൾ മോള് വരാൻ സമയമായി. അവൾ വെക്കാൻ ഒരു ചാൻസും ഇല്ല. ഏതാണ്ട് ഒരു അരമണിക്കൂർ മാത്രമേ വെച്ചിട്ടുള്ളൂ. അപ്പോൾ വെച്ചതിന് ശേഷം ഉള്ള റിസൾട്ടും അവൾ കഴിച്ചതിന് ശേഷം അവളുടെ ഒരു ടേസ്റ്റ് എങ്ങനെയാണെന്നൊക്കെ അവൾ തന്നെ പറയും. അപ്പോൾ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കൗതു ടേസ്റ്റ് ചെയ്തിട്ട് പറയുന്നത് അകമൊക്കെ കണ്ടു സൂപ്പറാണോ? എന്താ സോഫ്റ്റ് ആയുണ്ട്, അടിപൊളി അടിപൊളി സൂപ്പർ.